പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവകരുണയുടെ തിരുനാളിനെക്കുറിച്ചാണ്. റോമാക്കാരുടെ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. നാം എന്തായിരിക്കുന്നോ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ കരുണയാലാണ്. നാം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു. ഈശോയെ ഞാനങ്ങൾ ശരണപ്പെടുന്നു. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, രോഗാവസ്ഥകളിൽ, നമ്മുടെ തഴക്കദോഷങ്ങളിൽ, ദുശീലങ്ങളിൽ, എല്ലാ അടിമത്തങ്ങളിലും ഈശോയെ ഞാനങ്ങൾ ശരണപ്പെടുന്നു. ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ അവിടുത്തെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകടനമാണ് ദൈവകരുണയുടെ തിരുനാൾ. ഈശോ കുരിശിലായിരിക്കുമ്പോൾ പടയാളികളിൽ ഒരുവൻ അവിടുത്തെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തു. ഈശോയുടെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് ദൈവകരുണയുടെ തിരുനാൾ. ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ സഭയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ, പുതിയ വ്യക്തികളാകാൻ, മാനസാന്തരപ്പെടാൻ, പുതിയ കൃപകൾ സ്വീകരിക്കാൻ ഈ തിരുനാളിനായി നാം ഒരുങ്ങണം. ഈ തിരുനാളിൽ ഈശോ നൽകുന്ന വാഗ്ദാനം ഇതാണ്: പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും കുമ്പസാരിക്കുകയും ഇന്നേ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കളോടും പൂർണ്ണ പാപവിമോചനവും കടങ്ങളുടെ പൊറുതിയും നൽകി അവരെ പുതിയ വ്യക്തികളാക്കി കൃപാവരത്തിൽ, പ്രസാദവരത്തിൽ ആ ആത്മാവിനായി തീരാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്നുള്ള ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കുവാൻ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അതിനായി നമുക്ക് ഈ തിരുനാളിനായി ഒരുങ്ങാം. പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം, കുമ്പസാരിക്കാം, വിശുദ്ധ കുർബാന ഭക്തിയോടും വിശുദ്ധിയോടും പൂർണ്ണ ശരണത്തോടും കൂടെ സ്വീകരിക്കാം. തീർച്ചയായും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് ദൈവം കരുണ ഭൂമിയിലേക്ക് വർഷിക്കുന്ന സമയങ്ങളാണ്. ആ സമയം ദാഹത്തോടെ നമുക്ക് ആ കരുണ സ്വീകരിക്കാനായി ഒരുങ്ങാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പാരഗ്രാഫ് 699 നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നു: ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു: എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കളും, പ്രത്യേകിച്ച് കഠിനപാപികൾക്ക്, കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവീക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിലണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാതെ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. ഈ തിരുനാളിന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും, ധാരാളം പ്രസാദവരങ്ങളുടെ ചാലുകൾ തന്നെ തുറന്നു വിടുമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകടനമാണ്. കുന്നത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി ഒഴുകിയിറങ്ങിയ സമ്മാനമാണ് ദൈവകരുണയുടെ തിരുനാൾ. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുനാളിനായി നമുക്ക് ഒരുങ്ങാം. സാധിക്കുന്നിടത്തോളം പെട്ടെന്ന് തന്നെ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ പങ്കുചേരുകയും പൂർണ്ണ ശരണത്തോടെ യേശുവിൽ ആശ്രയിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറ്റവും അടുത്ത ദിവസം തന്നെ കുമ്പസാരിക്കാൻ ശ്രമിക്കുകയും ഈ തിരുനാളിൻ്റെ എല്ലാ പ്രസാദവരങ്ങളും, എല്ലാ പുണ്യങ്ങളും വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു പുതിയ വ്യക്തിയായി മാറാം. നമ്മുടെ പാപങ്ങൾ കടും ചെവപ്പാണെങ്കിലും ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്നതിൽ നാം ഒരിക്കലും മടി കാണിക്കരുത്. കാരണം നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അളക്കാനാവാത്ത വിധം ആഴമേറിയതാണ് അവിടുത്തെ കരുണ. ആകയാൽ ആ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം: ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ ബലഹീനതകൾ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ പാപാവസ്ഥയിൽ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എൻ്റെ ദുശീലങ്ങളിൽ, ദുസ്വഭാവങ്ങളിൽ, തഴക്കദോഷങ്ങളിൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ കരുണ നമുക്ക് രക്ഷയ്ക്കായി മാറും, നമുക്ക് വിടുതലും സൗഖ്യവുമായി മാറും. ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരാത്മാവിനെ പോലും അവിടുന്ന് കൈവിടുകയില്ല. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.
ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണയുടെ തിരുനാളിനെക്കുറിച്ചുള്ള ഈ അറിയിപ്പ് എല്ലാവരിലും എത്തിക്കുകയും എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ ഈ തിരുനാളിൽ പങ്കുകൊള്ളുകയും ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.